എൻ്റെ രണ്ട് മക്കളും വിദേശ പഠനം ആഗ്രഹിക്കുകയാണ്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ITR, ലിവിങ് എക്സ്പെൻസസ് ഇതൊക്കെ കാണിക്കണല്ലോ. അപ്പോൾ എൻ്റെ മകളാണെത്തിങ്ങനെ അവൾക്ക് ഫാമിലി ആയിട്ട് പോകാനാണ് ആഗ്രഹം. നമുക്ക് അതിനുള്ള ചോയ്സ് എന്താണ്? ഫാമിലി ആയിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഷെങ്കൻ വിസയാണ് നമുക്ക് കിട്ടുന്നത്. ബാച്ചിലർ പ്രോഗ്രാം ആണെങ്കിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും അനുയോജ്യമായ പ്രോഗ്രാമുകൾ ഡെൻമാർക്കിലുണ്ട്. 2 ഇൻടേക്കാണ് ഡെൻമാർക്കിലുള്ളത്. ഒന്ന് സെപ്റ്റംബർ ഇൻടേക്ക്, അടുത്തത് ജനുവരി ഇൻടേക്ക്. ഇപ്പൊ സെപ്റ്റംബർ ഇൻടേക്കിനാണെങ്കിൽ അതിനുള്ള ഡെഡ് ലൈൻ വരുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. നമുക്ക് ഫീസ് ഏകദേശം ഈ കോഴ്സിന് വരുന്നത് 13,000 to 14,000 euro ആണ് ഫീസ് വരുന്നത്. സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസിന്റെ ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. IELTS നിർബന്ധമാണോ? IELTS ബാച്ചിലർ പ്രോഗ്രാമിനാണെങ്കിൽ IELTS 6ഉം മാസ്റ്റേഴ്സിനാണെങ്കിൽ 6.5 ആണ് അക്കാഡമിക് സ്കോർ വേണ്ടത്. ജോബ് പോസിബിലിറ്റീസ് എങ്ങനെയാണ്? പാർട്ട് ടൈം ജോബ് പോസിബിലിറ്റീസ്? സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള വർക്ക് റേറ്റ് ഉള്ള വിസയാണ് കിട്ടുന്നത്. 20 hours പെർ വീക്ക് സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാം. അത് വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കൂടെ പോകുന്ന സ്പൗസിനാണെങ്കിലും ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള വർക്ക് റേറ്റ് ഉള്ള വിസയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വിദേശ രാജ്യമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഡെൻമാർക്ക്. ഇപ്പം നെക്സ്റ്റ് ഇൻടേക്ക് സാറിൻ്റെ മക്കൾ അപ്ലിക്കേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി അതിൻ്റെ ഡെഡ് ലൈൻ ആണ്. ഇപ്പോൾ തന്നെ അപ്ലിക്കേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൻമാർക്ക് തന്നെയാണ് നല്ല ഓപ്ഷൻ അല്ലേ?